നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി ഒന്ന് മനോഹരമാക്കുന്നത് നമ്മളെ കൂടെയുള്ള ആൾക്കാരായിരിക്കും അല്ലേ? അപ്പോൾ ആ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ വീഴാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നന്നായിട്ട് കേൾക്കുക എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയ സങ്കടങ്ങളോ ചെറിയ സന്തോഷമോ ചിലപ്പോൾ വലിയ സങ്കടങ്ങളോ എന്താണെങ്കിലും അതിനെ നമ്മൾ പൂർണ്ണമായിട്ടും കേൾക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് കയറി പറയാതെ അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായും പറയാനുള്ള സമയം കൊടുക്കുക. അതുപോലെ തന്നെ ബി എമ്പത്തറ്റിക്കൽ എന്നുള്ളതാണ്. അവര് പറയുന്ന കാര്യങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക. എന്നിട്ട് വേണം നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാനും അതിന് മറുപടി കൊടുക്കാനും ഒക്കെ. അതേപോലെ തന്നെ മറുപടി കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ അവരൊരു പ്രശ്നമായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ആ പ്രശ്നത്തിനുള്ള പരിഹാരമാവരുത് നമ്മളുടെ മറുപടി എന്ന് പറയുന്നത്. നമ്മളത് കേട്ട ശേഷം ആദ്യം അവരുടെ ആ സങ്കടമൊക്കെ ആണെങ്കിൽ പറയുന്നത് ആ സങ്കടത്തിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യുക. നമ്മൾ കൂടെ ഉണ്ടെന്ന് അവരൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമ്മൾ പരിഹാരത്തിലേക്കോ കാര്യങ്ങളിലേക്കോ കടക്കാൻ. ഒരു പ്രശ്നം കേൾക്കുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ സൊല്യൂഷൻസിലേക്കല്ല നോക്കേണ്ടത്. നമ്മൾ ആദ്യം ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യണം. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും അവർ പരിശ്രമിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതിനൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും നമ്മളത് ഒന്ന് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ അവർക്ക് നല്ല സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധങ്ങൾ കുറച്ചുകൂടി മനോഹരമാക്കാൻ പറ്റും.